അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഊട്ടിയിലെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ വെൽക്കം ടു ഊട്ടി. എല്ലാരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഇതിനകത്ത് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഉണ്ട്. അയ്യോ, അത് നമ്പർ 1 മരം കയറിക്കോളൂ, അങ്ങനെയൊന്നും പ്രശ്നമില്ല. കല്ലു, ഇങ്ങനെയും വീടുണ്ട്, നീ അതൊക്കെ അറിയണം. കല്ലു കേറണ്ട. കല്ലു ട്രീ ഹൗസാ. നമ്മൾ ഊട്ടിയില് റിസോർട്ടിൽ എത്തിയതിനു ശേഷം നമ്മളൊരു 2:30 ആയപ്പോഴാണ് എത്തിയിരുന്നത്. എല്ലാവരും ഓഫ് റോഡ് ട്രിപ്പ് കണ്ടല്ലോ, കാട്ടിലൂടെയുള്ള യാത്ര. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായോ? അതിലും മനോഹരമാണ് ഇനിയുള്ള കാഴ്ചകൾ. നമ്മൾ റിസോർട്ടിൽ വന്ന് നമ്മൾ ലഞ്ചൊന്നും കഴിക്കാനത് കൊണ്ട് നമുക്കൊരു മാഗിയൊക്കെ കഴിക്കാൻ കരുതി നമ്മൾ ഒന്ന് റൂമിൽ പോയിട്ട് ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഒരു മാഗിയൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ നമുക്കൊരു ടീയും ഉഴുന്നുവടയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ചുറ്റുമുള്ള കാഴ്ചകൾ ഭയങ്കര സൂപ്പറാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ടീ കുടിക്കായിരുന്നു. ഞാൻ കുടിച്ചത് ഒരു ബ്ലാക്ക് കോഫിയും ഉഴുന്നുവടയായിരുന്നു. അവരൊക്കെ ബ്ലാക്ക് ടീയാണ് കുടിച്ചത്. എന്തായാലും ഇവിടുത്തെ ബ്ലാക്ക് ടീയും കോഫിയും എല്ലാം സൂപ്പറായിരുന്നു. ഒരു ജിഞ്ചറൊക്കെ ഇട്ട ടീ, ബ്ലാക്ക് ടീ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചു നേരം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാന്ന് കരുതിയിട്ട് അവിടെ ഒരു സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ്. താഴത്തെ കൃഷിത്തോട്ടമൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നിൽക്കുന്നതിന് താഴോട്ട് തേയിലത്തോട്ടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം താഴോട്ടൊരു തേയിലത്തോട്ടമുണ്ട്, പിന്നെ സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് നല്ല സെക്യൂറാണ്. മറ്റേ എർത്ത് ലൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കാട്ടുമൃഗങ്ങളൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിനും എർത്ത് ലൈൻ കൊടുത്തിട്ടുണ്ട്. എർത്ത് ലൈൻ എന്നല്ലേ പറയുന്നത്, എനിക്കറിയില്ല കറക്റ്റ് എന്താണ് പറയുന്നതെന്ന്. ഫുള്ള് കവർ ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് അങ്ങനെ മൃഗങ്ങളൊന്നും കയറി വരുമെന്ന് നമുക്ക് പേടി വേണ്ട. കല്യാണി ഇവിടെ വന്നിരിക്കും. വെൽക്കം ടു ഊട്ടി. പറ. എന്താ? വെൽക്കം ടു ഊട്ടി. വെൽക്കം ടു ഊട്ടി. ദേ ഊട്ടി. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും, അത്രയ്ക്ക് അടിപൊളിയാണ്.
കിളികളുടെ മനോഹരമായ ശബ്ദമൊക്കെ കേട്ട് ഒരു ബുക്കൊക്കെ വായിച്ചിരിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. ഓരോ കാഴ്ചകളിലും നമുക്ക് നിറയെ മലകൾ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിറച്ച് ഊട്ടിപ്പൂക്കളാണ്. ഒരു യെല്ലോ കളറിൽ വന്നിട്ട് അത് തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. ഇവിടെ ഒരു വുഡിന്റെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ലൈറ്റൊക്കെ ഉണ്ട്. നൈറ്റ് ആകുമ്പോഴത്തേക്ക് അതിന്റെ ഭംഗിയും സൂപ്പറാണ്. നിങ്ങൾ നിറയെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നിറയെ കൃഷിസ്ഥലങ്ങളും കൊച്ചു കൊച്ചു വീടുകളൊക്കെ ഇഷ്ടം പോലെ കാണാൻ കഴിയും. സ്കൂളൊക്കെ ഉണ്ട്. ഒരു സ്കൂളിന്റെ ഇത് എന്താ പറയാ, സ്കൂൾ ബസ്സൊക്കെ പോകുന്നതും ഒരു സ്കൂളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾ പോയ സമയത്ത് അധികം തണുപ്പില്ലായിരുന്നു. എന്നാൽ നല്ലൊരു തണുത്ത കാറ്റും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കൂടുതൽ ആസ്വദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തണുത്ത് വരച്ചിരിക്കേണ്ടി വന്നിട്ടില്ല. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പുണ്ട്. എന്നാൽ ഈ സമയത്തൊന്നും അത്രയ്ക്ക് തണുപ്പില്ലായിരുന്നു. ഞങ്ങൾ പോയതൊരു ജനുവരി ലാസ്റ്റാണ്, ജനുവരി 30 ആ ടൈമാണ് ഞങ്ങൾ പോയത്. ഈ വഴിയാണ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നൊരു കുറച്ചുകൂടി നടക്കാനുണ്ട് റൂമിലേക്ക് എത്താൻ. മുകളിലൊരു തേയിലത്തോട്ടമുണ്ട്. നമുക്ക് റൂമിൽ നിന്ന് തേയിലത്തോട്ടം കാണാൻ പറ്റും. റൂമിൽ നിന്ന് 2 ബാൽക്കണി ഉണ്ട്. ഒരു ബാക്ക് ഡോർ തുറക്കുമ്പോഴും ഒരു ബാൽക്കണി ഉണ്ട്, ഫ്രണ്ട് ഡോർ തുറക്കുമ്പോഴും ഒരു ചെറിയ ബാൽക്കണി പോലെ ഉണ്ട്. അപ്പൊ ബാക്ക് ഡോർ തുറക്കുമ്പോൾ അടുത്ത് ഒരു തേയിലത്തോട്ടമാണ്. നല്ല ഭംഗിയാണ്. ആകെ നമുക്ക് ക്ഷീണം തോന്നുന്ന ഈ ഒരു നടത്തം മാത്രമാണ്. കുറച്ച് കയറ്റം പോലെ കിടക്കുന്നത് കൊണ്ട് കുറച്ച് നടക്കുമ്പോഴേ നമ്മൾ അണയ്ക്കും. ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ എപ്പോഴും നടക്കുന്നൊന്നും ഇല്ലല്ലോ. ലൈഫിൽ ഒരു ടൈമെങ്കിലും ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണ്ടേ. ഈ ഊട്ടിപ്പൂവിന് തന്നെ എന്ത് ഭംഗിയാണ്. ഒരു പ്ലാസ്റ്റിക് കവറിങ് പോലെയാണ്. തൊടുമ്പോഴാണെങ്കിലും അതിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറേ നാള് ഇങ്ങനെ വാടാതെ നിൽക്കുകയും ചെയ്യും തോന്നിപ്പോവുക. എന്തായാലും വീട്ടിൽ പോരുന്ന സമയത്ത് ഞാനിത് കുറേ പിഴുതൊണ്ടാ പോയത്. തിരിച്ച് ഞാൻ സൗദി വരുന്നത് കൊണ്ട് എനിക്കറിയില്ല കിളിക്കോ ഇല്ലയോ എന്നൊന്നും. അങ്ങനെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ശരിക്കും വന്നപ്പോ തന്നെ ഫുഡ് കഴിച്ചതാണ്. ഈ യാത്രയില് കൂടെ 2 നവമിഥുനങ്ങളും കൂടിയുണ്ട്. അവരാണ് ഇവര്. കല്യാണി എന്തായാലും ഒരു കട്ടുറുമ്പായിട്ടുണ്ട്. കല്യാണി കല്യാണിയുടെ ചേച്ചിയുടെ കൂടെയായിരുന്നു. എപ്പോഴും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് നടത്താറുണ്ട്. നമ്മളെയൊന്നും മൈൻഡ് ചെയ്യില്ല. ഞാൻ പോയി പിടിച്ചിട്ട് വന്നാലും അപ്പൊ തന്നെ ചേച്ചി എന്ന് പറഞ്ഞ ആൾ വിടും. തിരിച്ചിറങ്ങുന്ന ഈസി. വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത്. വൈകുന്നേരത്തെ ഇത് കാണാം. അതൊക്കെ ആ പ്ലേസിൽ പോയിട്ട്
അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് നമുക്ക് തേയിലത്തോട്ടത്തിന്റെ അവിടെ ഒരു വുഡൻ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. നമുക്ക് അവിടെ പോയിരുന്നിട്ട് സൂര്യാസ്തമയം കാണാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങള് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട്. ഈ തേയിലത്തോട്ടത്തിന് നടുക്ക് അങ്ങനെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തേക്കുന്നത് കാണാനേ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ കപ്പിൾസിനെ കാണിച്ചേക്കാം. അത് രാത്രി ഇരിക്കുന്നടാ. നമുക്ക് വരാം. ഇവിടെ പ്രശ്നം, ഇവർക്ക് പ്രശ്നമില്ലെങ്കിൽ രസമല്ലേ. ഇടിച്ചോ കല്ലു? പിന്നെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസ് എടുക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പണി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത്. അനക്കം ഉള്ളത് കൊണ്ട് ചാൻസ് ഇല്ലടാ. ഉണ്ടാകും, അങ്ങോട്ടൊക്കെ ഉള്ളിലോട്ടൊക്കെ ഉണ്ടാകും. എന്തോ കുട്ടിയെ പേടിപ്പിക്കുന്നത്. മനു അവളെ പിടിച്ചോടാ. ഇതാണ് നമ്മൾ താമസിക്കുന്ന എ-ഫ്രെയിം ഹൗസിന്റെ എക്സ്റ്റീരിയർ ലുക്ക്. ഇത് ശരിക്കും മോർണിംഗ് രാവിലെ എണീറ്റിട്ട് രാവിലെ എന്ന് വെച്ചിട്ട് 6 മണിയൊക്കെ ആയിരിക്കും. മനു കോഫി വാങ്ങാൻ താഴെ പോയത്. നടക്കാൻ വയ്യാത്തത് കൊണ്ട് മനുവിനെ എന്നത് കോഫി വാങ്ങിട്ടോ എന്ന് പറഞ്ഞ് വിട്ടത്. അപ്പം മനു എടുത്തൊരു വീഡിയോ ആണ്. ഈ ഫോറസ്റ്റിൽ കൂടി കുറച്ച് നടക്കാനുണ്ട്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഇതൊരു നല്ലൊരു വ്യൂ ആണ്, ഒരു രക്ഷയില്ല. മോർണിംഗ് വൈബ്. ഈ റൂമിലേക്കുള്ള വഴിയാണ് കേട്ടോ. കയറ്റമെന്ന് വെച്ചാൽ ഒരുമാതിരി കയറ്റം. അപ്പുറത്ത് തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പൊ ഊട്ടിയിലെ ബാക്കി വീഡിയോ ആയിട്ടും മറ്റു വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.